الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله Basic things, sir. Behind you it is written that the way to salvation. But the problem is that actually me, I don't know about others, but I am unable to understand that what does scenario, what gives you that salvation, what does the word means salvation, actual meaning, what you think and what you can give us as a scenario that when we think of word salvation, what all things we can think about or picturization comes about that. And second question is that salvation means basic question, what I used to hear in my Hindu myths also. If you are doing this thing, you are going to hell. That so-called for your say Jannat, Moksha or something like that. So, how much this salvation helps us to go to hell or heaven? And I think what I heard that nobody have seen that what is hell or heaven, unless they are saying that don't do this, you will go to hell. Don't do this or do that, you will go to heaven. What is heaven? What is hell? What all things are going on there? How can you give this focus on that with the help of salvation? Thank you, sir. Should I explain in English? It's better to explain in Malayalam for me because it's my mother tongue. If you are able to comprehend my language, to do better. Okay, sir. Malayalam. Will you be able to understand? Something, and I will ask from my friends also. This is not my personal. I think yes, that of course, many of them are having this question sometimes. Salvation, in fact, the meaning of salvation and what does salvation mean? It was described by the topic presenter. It's better to turn to Malayalam, I think, because most of the audience know Malayalam well, and for me also, for the fluent conversation, it's better to turn back to Malayalam. സാൽവേഷൻ, മോക്ഷം എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യമാണ്. എയിം ഓഫ് ഹ്യൂമൻ ലൈഫ്. വാട്ട്സ് ദ എയിം ഓഫ് ഹ്യൂമൻ ലൈഫ്? ഒരുപാട് വീക്ഷണങ്ങളുണ്ട്. മനുഷ്യ ജീവിതത്തിന് എന്തേ ലക്ഷ്യം? ആ വീക്ഷണങ്ങളിൽ ഒന്നാണ് മരണാനന്തര ജീവിതവും അവിടുത്തെ രക്ഷാശിക്ഷകളും സ്വർഗനരകങ്ങളുമല്ലോ. There comes the basic question. Is there anyone experience this one? This Surga and Naraga or Hell and Heaven? It's a very important question. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ ഞാൻ സാധാരണയായി ഒരു കഥ പറയാറ്. ആ കഥ പറയണമെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാലേ ശരിയാവുള്ളൂ. അതുകൊണ്ടുകൂടിയാണ് ഞാൻ മലയാളത്തിലേക്ക് ആക്കി. ഒരു കുളത്തിൽ ഒരുപാട് മത്സ്യങ്ങൾ ജീവിക്കും. ഒരു തവളയും ഉണ്ടായിരുന്നു. മത്സ്യങ്ങളിൽ ഒന്നിന്റെ മുന്നിൽ അതിനേറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇര എങ്ങനെ കിടന്ന് കളിക്കുക. ഈ സമയത്ത് ഈ ഇര പിടിക്കാൻ വേണ്ടി മത്സ്യം ഏറെ താല്പര്യത്തോടുകൂടി നീന്തി പോവാണ്. ഈ സമയത്ത് തവള മത്സ്യത്തിന്റെ മുന്നിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, മീനെ നീ ഇത് കടിക്കരുത്. കടിച്ചാൽ നീ ഇത് വായിലേക്ക് വെക്കേണ്ട താമസം ഇതിനുള്ളിലൊരു കൊളുത്തുണ്ട്, അതിന് നിന്നെ ചെകിളയിൽ കൊളുത്തും. കൊളുത്തിയാൽ അത് എന്റെ തലയിലൊരു കയറുണ്ട്, കയറിന്റെ തലയിൽ ഒരു വടിയുണ്ട്, വടി പിടിച്ച് മനുഷ്യൻ എന്നൊരു ജീവി കരയിലിരിക്കുന്നുണ്ട്.
അയാൾ നിന്നെ വലിച്ചെടുക്കും. കരയിലെത്തുന്നതോടുകൂടി നിന്റെ ജീവൻ പോകും. അവൻ നിന്റെ ശരീരവുമായി അയാളുടെ വീട്ടിലേക്ക് ചെല്ലും. അവിടെ മറ്റൊരു ഭീകര ജീവി നിന്റെ ശരീരത്തെ കാത്തിരിക്കുന്നുണ്ട്. അവൾ കത്തി എന്ന ഭീകരമായൊരു സാധനം എടുത്തിട്ട് നിന്റെ ശരീരത്തെ നുറുക്കും. നുറുക്കിയിട്ട് നിന്റെ ശരീരത്തിൽ മുളക് പുരട്ടും, എന്നിട്ട് ചീനച്ചട്ടിയിലിടും, എന്നിട്ട് പൊരിക്കും. എന്നിട്ട് അവർ രണ്ടുപേരും അവരുടെ മക്കളും കൂടി ഇരുന്ന് നിന്നെ കറുമുറ തിന്നും. അതുകൊണ്ട് നീ ഇത് കടിക്കരുത്. മീനൊരു യുക്തിവാദി. മീന്റെ ചോദ്യം എന്താ? ചീനച്ചട്ടിയിൽ പോയി മടങ്ങി വന്ന ഏതെങ്കിലും മീനിനെ കാണിച്ചു തരാൻ പറ്റുമോ? മനുഷ്യന്റെ അടുത്ത് പെട്ടതിന് ശേഷം കുളത്തിലേക്ക് വന്ന ഒരു തെളിവെങ്കിലും കാണിച്ചു തരാൻ സാധിക്കുമോ? ചോദ്യം ഇതാണ്. ആ യുക്തിവാദത്തിന് മുന്നിൽ മുട്ടുമടക്കല്ലാതെ ആർക്ക് വയ്യ? തവളക്ക് വയ്യ. പക്ഷേ തവള പറയുന്നത് ശരിയാണെന്ന് അനുഭവിക്കും മീൻ എപ്പോ അത് കടിച്ചു കഴിഞ്ഞാൽ. കടിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരിയാണെന്ന് അനുഭവിച്ചിട്ട് കാര്യമില്ല. തിരിച്ചു വരാനൊരവസരമില്ല. തിരിച്ചു വരാനൊരവസരമില്ല. അതുകൊണ്ട് തന്നെ കടിക്കുന്നതിന് മുമ്പ് ആലോചിക്കണം. അവിടെ ആലോചിക്കാൻ 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, അവൻ തന്റെ പരിമിതിയെക്കുറിച്ച് ബോധ്യം ഉണ്ടാവണം എന്നുള്ളതാണ്. തവളയെ മത്സ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിന് കുളത്തിലേ ജീവിക്കാൻ കഴിയൂ. കുളത്തിനപ്പുറത്തൊരു ലോകം ഉണ്ടാകാം. ഒരു ചാൻസ് മാത്രം കൊടുത്താൽ മതി. മേ ബി ഒരു കുളത്തിനപ്പുറത്തൊരു ലോകം ഉണ്ടാകാം. അതിന്റെ എക്സ്പീരിയൻസിൽ കുളം മാത്രമേ വരുന്നുള്ളൂ എങ്കിലും കുളത്തിനപ്പുറത്തൊരു ലോകമുണ്ടാകാം എന്ന് ആദ്യം ഇയാൾ മനസ്സിലാക്കണം. ഉണ്ടാകാം, ഉണ്ട് എന്ന് വേണ്ട. അല്ലാതെ എന്റെ ലോകം കുളമാണ്, അതിനപ്പുറത്തൊരു ലോകമില്ല എന്ന് കണ്ണടച്ച് വിചാരിക്കുന്നവനായി ആദ്യം മത്സ്യം മാറരുത്. രണ്ടാമത്, അത്തരം ഒരു ലോകമുണ്ടെങ്കിൽ ആ ലോകത്തിൽ നിന്ന് വല്ല അറിവും തവളക്ക് കിട്ടുവാൻ വല്ല സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കണം. അത് പരിശോധിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ടാണ് പരിശോധിക്കുന്നതെങ്കിൽ മനസ്സിലാകും തവള ഒരു ആംഫിബിയനാണ്, രണ്ടോടത്തും ജീവിക്കാൻ പറ്റുന്നതാണ്, കരയിലും വെള്ളത്തിലും. അതുകൊണ്ട് തന്നെ കരയിൽ നിന്ന് അറിവ് തവളക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൂടി മനസ്സിലായി കഴിഞ്ഞാൽ മൂന്നാമതായി ആലോചിക്കേണ്ടത് എന്താ? ഈ തവള നമ്മളെ വെറുതെ പറഞ്ഞ് പറ്റിക്കുന്നതാണോ, കളവ് പറയുന്നവനാണോ? അത് നോക്കി പരിശോധിച്ചു. എന്താ മനസ്സിലായത്? തവള ഇതുവരെ ഒരു കളവ് ഒരാളോടും പറഞ്ഞിട്ടില്ല. പിന്നെ ഈ കളവ് പറയുക വഴി തവളക്ക് കാര്യമായിട്ട് താല്പര്യമൊന്നുമില്ല താനും. അപ്പൊ യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ളവനാണ് മത്സ്യമെങ്കിൽ ആ തവള പറഞ്ഞത് കേൾക്കണം. കാരണം അവന് ചെന്നെത്താൻ കഴിയാത്ത ഒരു ലോകത്തെക്കുറിച്ച് അങ്ങനെ ചെന്നെത്താൻ സാധ്യതയുള്ള ഒരാൾ, ഒരിക്കലും കളവ് പറയാത്തയാൾ വന്ന് പറയുന്നതാണ്. ഇനി നമുക്ക് പരിശോധിക്കാം എന്താ പരലോകവും തമ്മിലുള്ള ബന്ധം. പ്രവാചകന്മാർ വന്ന് നമ്മോട് പറഞ്ഞു മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് വിശ്വസിക്കുന്നത്, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് അത് പരിശുദ്ധ ഖുർആൻ പറയുന്നത് കൊണ്ടാണ്, മുഹമ്മദ് നബി പറഞ്ഞു തന്നതുകൊണ്ടാണ്. എനിക്ക് പരിശോധിക്കാൻ കഴിയുന്ന ഒരൊറ്റ മനുഷ്യരുടെ കരവിരുതുകൾ നടന്നിട്ടില്ലാത്ത ഒരൊറ്റ സ്രോതസ് പരിശുദ്ധ ഖുർആനാണ്. പച്ചയായി ജീവിക്കുന്ന നമ്മുടെ മുന്നിലുള്ള കളങ്കരഹിതമായ